ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. എന്നാലാണ് ഈ അടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് രാവിലേക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്കൊരു കൂട്ട് തയ്യാറാക്കണം. ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് തക്കാളി, 2 വറ്റൽമുളകും, പിന്നെ ചെറിയുള്ളി കുറച്ച് ചേർക്കാം, പിന്നെ 2 പല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർക്കാം അതിലോട്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലിയാണ് ഉള്ളതെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരണം. നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇപ്പോൾ ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാം. അതിലോട്ട് സബോള ചെറുതാക്കി അരിഞ്ഞതും പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. അപ്പോൾ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കോമ്പിനേഷനായിട്ട് നമുക്ക് ചായയും കൂടി ഉണ്ടാക്കാം. അതിലോട്ട് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാൽ തിളച്ച് വരുമ്പോൾ ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഞാൻ ഏലക്കായും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട്. നമ്മളെ അടിപൊളി ദോശ റെഡിയായി. അപ്പോൾ രാവിലേക്ക് ഇത് മാത്രം മതി. ഇതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല. ഇത് മാത്രം മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.